കണ്ടിരിക്കണോടോ നല്ലോണം നല്ല രീതിയിൽ മേക്ക് ചെയ്യുന്നുണ്ട്. ഈ സൂ ഫ്രം സോ ഒക്കെ വിജയിച്ചെങ്കിൽ ഈ സിനിമ വിജയിക്കാൻ പാടില്ല, നല്ല രീതിയിൽ വിജയിക്കണം. ക്ലൈമാക്സിന് അടുത്തപ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ പിടികിട്ടിയത്. പക്ഷെ പ്രേക്ഷകരെ എങ്ങനെ ഏറ്റെടുക്കും എനിക്ക് അറിയത്തില്ല. എല്ലാ മേക്കിങ്ങളൊക്കെ അടിപൊളി, അതുപോലെ മ്യൂസിക് ആയാലും എല്ലാം അടിപൊളി, സെറ്റപ്പ് അടിപൊളി. തുടക്കം സാർ അത് തന്നെ, ആ ഒടിയന്റെ ഒരു കാറ്റഗറി ആയിട്ട് വരുന്നുണ്ട്. എന്നാലേ കൊള്ളാം, കണ്ടിരിക്കാൻ കൊള്ളാം. ഫാമിലിയായിട്ടൊക്കെ എല്ലാ പിള്ളേർക്കായാലും എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ല ഒരു വ്യത്യസ്തമായിട്ടൊരു കഥാപാത്രമാണ്. ത്രില്ലർ, നല്ലൊരു ത്രില്ലർ. ഇല്ല, മലയാള സിനിമ ആയിട്ട് ഈ ഒടിയനുള്ള ഭാഗത്തിലുള്ള ചെറിയൊരു കാറ്റഗറി ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ബാക്കിയെല്ലാം ഒരു ത്രില്ലറാണ്. ഉണ്ട് എല്ലാവരും നമുക്കൊരു ഹോറലായിട്ട് എല്ലാം ഉണ്ട്. ആൾക്കൊരു മ്യൂസിക് ആയാലും അല്ലെങ്കിൽ ഒരു കോമഡി ആയിട്ടായാലും ഒരു കഥാപാത്രം എങ്ങനെ സൃഷ്ടിച്ചുണ്ടാക്കി അതെല്ലാം പക്കയായിട്ടുണ്ട്. എല്ലാം അടിപൊളി. ഇല്ല അങ്ങനെയുള്ള അതൊന്നും പറ്റിയില്ലായിരുന്നു. പക്ഷെ പിന്നെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഏകദേശം ഒരു ക്ലൈമാക്സിന് അടുത്തപ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ പിടികിട്ടിയത്. പക്ഷെ അതുവരെ നല്ല പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്. ശരി വൺ ടൈം മാച്ച് ലെവലിൽ കാണാം. ഫസ്റ്റ് ഹാഫ് ഒക്കെ ഓക്കെ ആയിരുന്നു. മാറ്റി നല്ലോണം ചെയ്തിട്ടുണ്ട്. മാറ്റ് ഫൈറ്റ് സീനൊക്കെ അവസാനം സെറ്റായിരുന്നു. അപ്പോൾ ടോട്ടലി ഫാന്റസി, ആ ഒരു മിത്തോളജി ടൈപ്പ് പടമാണ്. മിത്തോളജി ആദ്യമേ ഒരു മിത്തോളജി പറഞ്ഞു പോകുന്നൊരു പടം. പിന്നെ സെക്കൻഡ് ഹാഫിലൊക്കെ വേറൊരു രീതിയിൽ പോകുന്നു. കൊള്ളാം, കുഴപ്പമില്ലാതെ മസ്റ്റ് വാച്ച്. അങ്ങനെ കൊള്ളാം, കുഴപ്പമില്ല. തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ആ ഒരു മിത്തോളജി ഇതൊക്കെ ആയിട്ട് കൊള്ളാം, കണ്ടിരിക്കും. ഹൊറർ വരുന്നുണ്ട്, കോമഡി വരുന്നുണ്ട്, എല്ലാം നല്ല പടം. കാണാം. കണ്ടിരിക്കണോടോ നല്ലോണം നല്ല രീതിയിൽ മേക്ക് ചെയ്യുന്നുണ്ട്. നല്ല എക്സ്പീരിയൻസ് ആണ്. തിയേറ്ററിൽ തന്നെ വന്ന് കാണാനുള്ള ഒരു പടം ഉണ്ട്. നഷ്ടമൊന്നുമില്ല. അതെ, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും കൂടുതലുണ്ട് പടത്തില്. നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് പടം. അടിപൊളിയാ, കുഴപ്പമില്ലാതെ പോയി. പക്ഷെ ഇതിനകത്തൊരു വില്ലനെ കാണിക്കുന്നുണ്ട്. സസ്പെൻസ് ആണ്. പക്ഷെ ആ വില്ലൻ എന്തിനു വേണ്ടി വന്ന് ആ നാട്ടിൽ വന്ന് അതൊന്നും കാണിക്കുന്നില്ല. പിന്നെ അതിനകത്ത് ഏറ്റവും ഒരു പ്രേതത്തെ പോലെ ഒരു കാണിക്കുന്നുണ്ട്. അതൊക്കെ വളരെ മോശമായി. അദ്ദേഹത്തിന്റെ തോന്നലാണ്, അദ്ദേഹത്തിന്റെ സൈക്കോളജിക്കൽ പ്രശ്നം. പക്ഷെ അതൊക്കെ ഒരു പ്രേക്ഷകരെ എങ്ങനെ ഏറ്റെടുക്കും എനിക്ക് അറിയത്തില്ല. അതിനകത്ത് വില്ലൻ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഒരു എന്താ പറയാ, ക്യാമറ BGM കാര്യങ്ങളൊക്കെ കൊള്ളാം. ഒരു ഗ്രാമത്തിലൊക്കെ ഒരു ചെറിയ കഥ. പക്ഷെ ഞാൻ പറയാം, ഒരു വില്ലൻ ഒരു സസ്പെൻസ് ഉണ്ട്. പക്ഷെ ആ വില്ലന്റെ മുമ്പിലത്തെ കഥകൾ കാണിക്കുന്നില്ല. എന്തിനു വേണ്ടി വന്നു, എന്താണ് ഇതിന്റെ ഒരു സംഭവം, അതൊന്നും കാണിക്കുന്നില്ല. സെക്കൻഡ് പാർട്ടാ. ഫസ്റ്റ് പാർട്ട് ഒന്ന് ഒരു ഫസ്റ്റ് രീതിയിൽ കണ്ടിരിക്കാം. അങ്ങനെ മൊത്തത്തിലൊരു മോശം ഒരു പടം പറയാം. മോശമാണ്. ഞാൻ പറയാം, അതിനകത്തൊരു വില്ലനെ കളി. ആ വില്ലിന്റെ മുമ്പത്തെ കഥ എന്തിനു വേണ്ടി ആ ഗ്രാമത്തിൽ വന്ന് അതൊന്നും ഇതിനകത്ത് പറയുന്ന പോലില്ല. കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. ഒടിയന്റെ കൺസെപ്റ്റിൽ എടുത്തിട്ടുണ്ട്. പക്ഷെ ഒടിയന്റെക്കാളും ഇച്ചിരി കൂടെ മെച്ചമായിട്ട്, കാരണം അതിനകത്ത് ഈ കോമഡി ഉണ്ട്, കാരണം റിലേറ്റിവിറ്റി ഉണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒടിയൻ എന്ന് പറയുന്ന ഒരു മിത്തല്ലേ, ഇതിനകത്ത് മിത്തല്ല കാണിക്കുന്നത്, റിയലിസ്റ്റിക് ആയിട്ട് സംഭവം. ഒടിയനല്ല, ഇവനെയാ. ഇല്ല, അങ്ങനൊന്നുമില്ല. രസമാണ്, നമുക്ക് രസമാണ്. നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ ഒരു തമിഴ് സിനിമ വന്നില്ലേ, എന്താ സൂ ഫ്രം സോ. അപ്പൊ സൂ ഫ്രം സോയിലും ഇതുപോലത്തെ ഒരു അന്ധവിശ്വാസികളായിട്ടുള്ള നാട്ടുകാരാണ് അത് കാണിക്കുന്നത്. അപ്പൊ ഞാൻ ആദ്യമേ ആ ഒരു, പക്ഷെ അതിൽ നിന്നൊക്കെ ഭയങ്കര മെച്ചപ്പെട്ടായിരുന്നു. ഈ സൂ ഫ്രം സോ ഒക്കെ വിജയിച്ചെങ്കിൽ ഈ സിനിമ വിജയിക്കാൻ പാടില്ല, നല്ല രീതിയിൽ വിജയിക്കണം പാടില്ല. അത് ഇങ്ങനെ പോലത്തുള്ള മൂരാച്ചികളാണ് സിനിമ നശിപ്പിക്കുന്നത്. മാത്യു കന്നഡ വൃത്തിയായിട്ടുണ്ട്. അവന് മുമ്പൊരു സിനിമ വന്നായിരുന്നു, അവൻ ഈ BP കൂടി ഭയങ്കരമായിട്ട് ഓവറായിട്ട് സംസാരം, അത് ഭയങ്കര ട്രോളായിരുന്നു. ഈ സിനിമയിലതൊരു പോരാമെങ്കിൽ ഫീൽ ചെയ്ത് ഒരു യക്ഷിയായിട്ട് ഇവനൊരു ഫീൽ ഉണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് വന്ന് വെറുപ്പിക്കുന്നുണ്ട്. ബാക്കിയെല്ലാം നല്ല രീതിയിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെടും. എൻജോയബിൾ ആണ്. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും കേട്ടോ. അതൊക്കെ അവരുടെ എൻജോയ് ചെയ്യാൻ സിനിമയാണ്.